ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലെ ഒരു തൊഴിലവസരവുമായിട്ടാണ്. കാരണം ഈ വേക്കൻസീസ് ഒക്കെ വന്നിട്ടുള്ളത് നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ഇന്ത്യയിലുടനീളം വിവിധ പോസ്റ്റ് ഓഫീസുകളിലായിട്ട് ഏകദേശം 21,413 ഒഴിവുകൾ ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ കേരളത്തിലുള്ളവർക്ക് കേരളത്തിൽ മാത്രമായിട്ട് കേരളത്തിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിൽ മാത്രമായിട്ട് 1385 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് 3 പോസ്റ്റുകളിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അതേപോലെ ഡാക് സേവക്. ഈ 3 പോസ്റ്റുകളിലായിട്ടാണ് നമ്മുടെ കേരളത്തിൽ ഉടനീളം 1385 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ സംവരണ വിഭാഗം വരുന്നുണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിന് 740 ഒഴിവ്, OBCക്ക് 292 ഒഴിവ്, അതേപോലെ SC കാൻഡിഡേറ്റ്സിന് 124 ഒഴിവ്, STക്ക് 20 ഒഴിവ്, EWS കാൻഡിഡേറ്റ്സിന് 158 ഒഴിവ്, പിന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് വിവിധ വേക്കൻസീസ് റിസർവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം 1385 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെലക്ഷൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ സെലക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് എക്സാംസ്, ഗവൺമെൻറ് ജോബ്സിനുള്ള പോലെ ഒരു റിട്ടേൺ ടെസ്റ്റോ ഇൻ്റർവ്യൂയോ കാര്യങ്ങളോ ഇതിന് വരുന്നതല്ല. പകരം നിങ്ങളുടെ SSLCയുടെ മാർക്ക് നോക്കിയിട്ടായിരിക്കും ഇതിൽ സെലക്ഷൻ വരുന്നത്. അതേപോലെ നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വീടിനടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ വേക്കൻസി ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള ഏതൊക്കെ പോസ്റ്റ് ഓഫീസുകളിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്, ആ ഒരു സ്പെസിഫൈഡ് പോസ്റ്റ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് റീജിയൻ നോക്കി നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് വേക്കൻസി ഉള്ളത് എന്ന് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് മുതലായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിനു മുന്നേ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ്, വേക്കൻസി ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് ലഭിക്കാനായി അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഇതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന GDSന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയി പുറപ്പെടുവിച്ച നോട്ടിഫിക്കേഷൻ ആണിത്. GDSന്റെ ഒരു ഫുൾ നെയിം വെച്ചാൽ ഗ്രാമീൺ ഡാക് സേവക് എന്നാണ്. ഞാൻ പറഞ്ഞു 3 പോസ്റ്റുകളിലായിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അതേപോലെ ഡാക് സേവക്. 10/2/2025 ടു 3/3/2025 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അപ്ലൈ ചെയ്യുന്ന ടൈമിൽ മിസ്റ്റേക്ക് വരുത്താതെ നോക്കുക. ഇൻ കേസ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ 6/3/2025 ടു 8/3/2025 വരെ ഈ ഒരു പോർട്ടലിൽ കയറി നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. മെയിൻലി ഈ ഒരു ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ ഡാക് സേവക്, ഇതിൻ്റെ ഒരു ജോബ് ഡ്യൂട്ടി എന്താണ് വരുന്നതെന്ന് വെച്ചാൽ, ഡാക് സേവക് മെയിൻലി നമ്മുടെ ഈ ഒരു എന്താ പറയുക, നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പോസ്റ്റ്മാന് സമാനമായിട്ടുള്ള ഒരു ജോലിയാണ്. അതായത് വീട്ടിലേക്ക് കത്ത് ഡെലിവറി ചെയ്യുക മുതലായ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ ഒരു ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആണെങ്കിൽ ബേസിക്കലി ഒരു ഓഫീസ് ബേസ് ആയിട്ടുള്ള വർക്ക് ആയിരിക്കും. പോസ്റ്റ് ഓഫീസിൻ്റെ ഓപ്പറേഷണൽ വർക്ക്സ് നോക്കുക എന്നതായിരിക്കും നിങ്ങളുടെ ഒരു ജോലി വരുന്നത്. ഈ ഒരു ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിനെ അസിസ്റ്റ് ചെയ്യുന്ന ജോലിയായിരിക്കും അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിന് വരുന്നത്. അതായത് സ്റ്റാമ്പ് സെയിൽ ചെയ്യുക മുതലായ ഓപ്പറേഷണൽ വർക്ക്സ്, ഒരു ഓഫീസിന്റെ റണ്ണിങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ജോലി വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിന് ലഭിക്കുന്ന പോലെ ഒരു സാലറി അല്ല ഇതിന് വരുന്നത്. പകരം നിങ്ങളുടെ ഒരു ടൈമിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ സാലറി വരുന്നത്. ഇതിന് TRCA എന്ന് പറയും, ടൈം റിലേറ്റഡ് കണ്ടിന്യൂറ്റി അലവൻസ്. ആ ഒരു ബേസിസിലാണ് നിങ്ങൾക്ക് ഇതിന് മാസ ശമ്പളം വരുന്നത്. പ്ലസ് അഡീഷണൽ DA കാര്യങ്ങളൊക്കെ വരും. അതേപോലെ മറ്റ് നാഷണൽ പെൻഷൻ സ്കീം, അങ്ങനെ മറ്റ് അഡീഷണൽ അലവൻസസ് കാര്യങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ഒക്കെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. സാലറി സ്ലാബ് നോക്കുകയാണെങ്കിൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിന് 12,000 ടു 29,380 ആണ് സാലറി വരുന്നത്. അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അഥവാ ഡാക് സേവകിന് 10,000 ടു 24,470 ആണ് അതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു TRCA സ്ലാബ് വരുന്നത്. ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും ഒക്കെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക.
ഇനി ഇതിന് അവർ ചോദിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് വെച്ചാൽ SSLC പാസ്സാണ്, 10th സ്റ്റാൻഡേർഡ് പാസ്സാണ്. പ്ലസ് ഒരു കാര്യം കൂടി നിർബന്ധമായും അവർ പറയുന്നുണ്ട്, അതായത് കേരളത്തിൽ അപേക്ഷിക്കുന്നവർക്ക് 10ാം ക്ലാസ് വരെ നിർബന്ധമായിട്ടും അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ നിർബന്ധമായിട്ടും മലയാളം നിങ്ങൾ പഠിച്ചിരിക്കണം എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. സോ ഈ ഒരു 10ാം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ആദ്യം ഒരു റാങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ മാർക്കിന് പ്ലസ് സംവരണവും നോക്കിയിട്ടായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ വരുന്നത്. ഈ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന് പുറമെ കമ്പ്യൂട്ടർ നോളേജ് വേണമെന്ന് പറയുന്നുണ്ട്, സൈക്ലിംഗ് നോളേജ് വേണമെന്ന് പറയുന്നുണ്ട്. അതൊക്കെയാണ് അഡീഷണൽ ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ SC ST OBC PWBD അതേപോലെ EWS കാൻഡിഡേറ്റ്സിന് അതിൻ്റെതായിട്ടുള്ള സംവരണവും കാര്യം അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇതാണ് ബേസിക്കലി ഈ ഒരു നോട്ടിഫിക്കേഷനെ പറ്റി പറയാനുള്ളത്. ഇതിലേക്ക് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴി തന്നെയാണ്. ഇതാണ് അവരുടെ വെബ്സൈറ്റ് വരുന്നത്. indiapost.gds.online.gov.in എന്നാണ് അവരുടെ വെബ്സൈറ്റ് വരുന്നത്. സോ ആ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. ഇതാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത്. ഞാനിപ്പോൾ ഈ ഒരു വായിച്ച ഈ ഒരു ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്ത നോട്ടിഫിക്കേഷൻ ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്താൽ നോട്ടിഫിക്കേഷനിൽ കയറി ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ ഈ ഒരു എൻറ്റയർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ അതേപോലെ ഈ ഒരു OBC സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ്സ് ഒക്കെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ അവൈലബിൾ ആണ്. സോ സെലക്ഷനൊക്കെ കിട്ടിയാൽ അവർ ഡോക്യുമെൻറ്റ്സ് ഹാജരാൻ പറയുമ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. പ്ലസ് ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റിലായിരിക്കണം നിങ്ങളുടെ സംവരണ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ വാങ്ങേണ്ടത്. സോ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ കയറിയാൽ ഈ ഒരു സർക്കിൾ വൈസ് പോസ്റ്റ് ആ ഒരു നോട്ടിഫൈഡിൽ കയറിയാൽ നിങ്ങൾക്ക് വേക്കൻസി വൈസ് ഡീറ്റെയിൽസ് കിട്ടും. ഇതിലിപ്പോൾ കേരളത്തിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ ഒരു ലാംഗ്വേജ് നെയിം എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് ആ ഒരു റീജിയനിലെ ലാംഗ്വേജ് 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ലാംഗ്വേജ് ആണ് അവർ പറയുന്നത്. ഫോർ എക്സാമ്പിൾ കേരളത്തിന് മലയാളം, കർണാടകയിലാണെങ്കിൽ 10th കന്നഡ പഠിച്ചിരിക്കണം, ജാർഖണ്ഡിലാണെങ്കിൽ ഹിന്ദി പഠിച്ചിരിക്കണം. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇനിയൊരു വെബ്സൈറ്റിൽ കയറിയാൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും സർക്കിളിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാലിക്കറ്റ് എടുക്കുകയാണ്. ഇതിൽ നമ്മളിപ്പോൾ കാലിക്കറ്റ് നോക്കുകയാണെങ്കിൽ കാലിക്കറ്റ് സെലക്ട് ചെയ്ത് വ്യൂ പോസ്റ്റ് കൊടുത്താൽ നമുക്ക് കാലിക്കറ്റിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. ഇതുപോലെ കാലിക്കറ്റിൽ ഏതൊക്കെ പോസ്റ്റ് ഓഫീസിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക ഏതൊക്കെ പോസ്റ്റ് ഓഫീസിലാണ് നിങ്ങൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് നോട്ട് ചെയ്ത് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ അതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഇതിൽ ഈ ഒരു വേക്കൻസി ഡീറ്റെയിൽസിൽ കയറിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു അമരകുനി ബ്രാഞ്ച് ഓഫീസിൽ അവിടെ കാണുന്ന വേക്കൻസി GDSൻ്റെ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിൻ്റെ വേക്കൻസിയാണ്. UR ആണ്, അതായത് അൺറിസർവ്ഡിനുള്ള വേക്കൻസിയാണ്. ബാക്കി അവർ കാട്ടുന്ന വേക്കൻസിയും അതേപോലെ അതിൻ്റെ സാലറി സ്കെയിലാണ് കാട്ടുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു ചൂലൂർ പോസ്റ്റ് ഓഫീസിലാണെങ്കിൽ OBCക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്, ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. എലത്തൂർ നോക്കുകയാണെങ്കിൽ അൺറിസർവ്ഡ് ആണ്, അതായത് സംവരണമില്ലാത്ത വേക്കൻസിയാണ്. ഇനി ഫറൂഖ് കോളേജിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ഷെഡ്യൂൾ കാസ്റ്റ് വിഭാഗത്തിൽ വരുന്ന കാൻഡിഡേറ്റ്സിന് ഒരു വേക്കൻസി വന്നിട്ട് എന്നിങ്ങനെയാണ് അതിൻ്റെ ഒരു വേക്കൻസി അല്ലെങ്കിൽ ഒരു റിസർവേഷൻ ആ ഒരു ചാർട്ട് അവർ കൊടുത്തിട്ടുള്ളത്. സോ ബേസിക്കലി ഈ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അതേപോലെ ഈ ഒരു വെബ്സൈറ്റിൽ കയറി വേക്കൻസി എവിടേക്കാണുള്ളത് എന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് പ്രിഫറൻസിൽ കൊടുത്തിട്ട് വേണം നിങ്ങളിതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. സോ നല്ലൊരു അവസരമാണ്. നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇത്രയും വേക്കൻസീസ് വന്നിട്ടുള്ളത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇതുപോലുള്ള ജോലികൾ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ലാസ്റ്റിലേക്ക് വെക്കാതെ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഇതുപോലുള്ള ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായി അവരിലേക്ക് കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.